ഞാനിന്ന് പോകുന്നത് ദീ കണ്ണ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് കേട്ടോ ഗെയ്സ്. ഇതാട്ടോ ഒന്നാം സ്ഥലം. ഇങ്ങനെ 14 സ്ഥലമുണ്ട് ഗെയ്സ്. നമുക്ക് എത്തേണ്ടത് ഇതേ അതിൻ്റെ മുകളിലാട്ടോ. അവിടെ ഒരു കുരിശാണല്ലേ, നമുക്ക് അവിടെ എത്തണം. അതേ നാടുകാണിമല കയറിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റും ക്ലൗഡ് ബെഡ് പോലെ മഞ്ഞ് വന്ന് മൂടണുണ്ടോ? ഫുള്ള് മൂടിയിട്ടോ. സ്വർഗത്തിലേക്കുള്ള അതിൽ കഷ്ടതകളും ദുരിതം എന്ന് പറഞ്ഞാന്ന് ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ സ്വർഗത്തിലേക്ക് എത്താറായിട്ടോ. ഇവിടെ ഒന്ന് നമ്മുടെ ചുറ്റും പുറപ്പം മഞ്ഞായി തുടങ്ങും കേട്ടോ. അത് 6ാം സ്ഥലം എത്തി. ഇവിടെ നിന്ന് തൊട്ടാട്ടോ കയറ്റം സ്റ്റാർട്ട് ചെയ്യണം. ഏകദേശം 7ാം സ്ഥലം എത്തുമ്പോഴത്തേക്കും ഇത് വേദനയിട്ട് തുറന്നു. ഇത് തന്നെ വരണം. ഇതേകൂടെ നോക്കി, ഇതേണ്ട വലിയൊരു മഞ്ഞ് നമ്മുടെ ടേക്ക് ഇങ്ങനെ വരും. ഇതിപ്പം കൂടും കേട്ടോ. വേദന എടുത്ത് കുഴഞ്ഞു പറഞ്ഞവർക്കായിട്ട് ഇങ്ങനത്തെ കുറച്ച് കൈപ്പടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ നാടുകാണി സ്കൂള്, അതേപോലെ ഇവിടെ നോക്കിയാൽ നാടുകാണി പള്ളിയൊക്കെ കറക്റ്റായിട്ട് കാണാം കേട്ടോ. ഈ സ്റ്റെപ്പ് കാണുമ്പോൾ ആർക്കാലും ഇരിക്കാൻ തോന്നണ്ടേ. നമുക്ക് ഇനി ഇവിടെ നിന്ന് വിശ്രമിക്കാം. നമ്മളെത്തി, അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. നാടുകാണി മലയുടെ ഏറ്റവും ടോപ്പിൽ കേട്ടോ. കോതമംഗലം എന്ന് പറഞ്ഞ മാപ്പിട്ടിട്ട് നാടുകാണിയിലേക്ക് ഒരു 6 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. നാടുകാണി ജംഗ്ഷനിൽ വന്നിട്ട് നേരെ കാണുന്ന മലയിലേക്ക് ഇങ്ങോട്ട് കയറിയാൽ മതി. ഈ കാണുന്ന കുരിശിനപ്പുറം ഉണ്ടല്ലോ വേറൊരു പുതിയ ഇങ്ങോട്ട് വരുന്നവര് കഴിവതും മഴക്കോട്ടുകൾ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ നനയേണ്ട വരും.